പത്തനംതിട്ട കൊടുമണ്ണിലെ കൈപ്പട്ടൂർ ഏഴംകുളം റോഡിലെ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയിട്ടില്ലെന്ന് റിപ്പോർട്ടർ സംഘത്തിന്റെ കണ്ടെത്തൽ. മന്ത്രി വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻവശവും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുൻവശവും കോഫി വിത്ത് അരുണിൽ റിപ്പോർട്ടർ സംഘം അളന്നപ്പോൾ റോഡിന്റെ വീതി അലൈൻമെന്റ് പ്രകാരം തന്നെയാണെന്നാണ് കണ്ടെത്തിയത്. എന്റെ കെട്ടിടത്തിന്റെ മുൻവശം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അടക്കാം, ഏത് പൗരന് വേണമെങ്കിലും. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റോഡിന്റെ വീതി അളക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. അതേസമയം തന്റെ കെട്ടിടത്തിന് മുന്നിൽ റോഡിന്റെ വീതി അലൈൻമെന്റ് പ്രകാരമുള്ള 12 മീറ്റർ തന്നെയാണെന്ന് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും വ്യക്തമാക്കി. പക്ഷെ നമ്മളും കൂടി അളക്കാൻ പോവുകയാണ്. ഈ മതിലിനാണ് റോഡിൻ്റെ എഡ്ജായിട്ട് അധികൃതർ പറയുന്നത്. അവിടെ മുതൽ നമുക്ക് ഇതിൻ്റെ എതിർവശത്തുള്ള ജോർജ് ജോസഫിൻ്റെ കെട്ടിടത്തിന് മുന്നിലെ ആ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്ര മീറ്റർ വീതി ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓട ഉൾപ്പെടെ ഇവിടെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ 14 മീറ്ററാണ് കാണിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ പദ്ധതി പ്രകാരം 12 മീറ്ററാണ് റോഡിന് വീതി വേണ്ടത് എന്നാണ് അധികൃതർ പറയുന്നത്. ജോർജ് ജോസഫിന്റെ റോഡിന്റെ വീതി നമ്മൾ അളന്നു. ജോർജ് ജോസഫിന്റെ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 14 മീറ്റർ ഉണ്ടെന്നും 17 മീറ്റർ അവിടെ പുറമ്പോക്ക് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. കോൺഗ്രസിന്റെ ഓഫീസിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ മതിലാണ് കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശത്തെ ഒരു അതിര് എന്നുള്ളത്. ആ അതിരിൽ നിന്നും ഏകദേശം എത്ര ദൂരം, അതായത് എത്ര മീറ്റർ ദൂരം കൃത്യമായും കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ കൃത്യമായും ഈ ഭിത്തി വരെ നാം നോക്കുമ്പോൾ വീതി കാണിക്കുന്നുണ്ട്. അതായത് 15 മീറ്ററിലധികം വീതി തന്നെയാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും. രണ്ടുപേരുടെയും കെട്ടിടങ്ങൾ നിൽക്കുന്നത് നിലവിൽ 12 മീറ്ററിനും അപ്പുറത്താണ്. ഇനി അറിയേണ്ടത് പുറമ്പോക്കിലാണോ നിൽക്കുന്നത്, അതിന് റവന്യൂ അധികാരികൾ നോക്കിക്കോളും. ഏതായാലും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഓഫീസോ ഒപ്പം ജോർജ് ജോസഫിന്റെ ഓഫീസോ ഇപ്പോൾ നിൽക്കുന്നത് അലൈൻമെന്റ് മാറ്റിക്കൊണ്ടല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്.